കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ കുംഭരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭക്കൂറ് അഥവാ കുംഭരാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പോരാട്ടാതിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന ഒരു രാശിയാണ് കുംഭം. അപ്പോൾ ആ രാശിപ്രകാരം തന്നെ ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ഭാവത്തിൽ രാഹു, 4ാം ഭാവത്തിൽ വ്യാഴം, 5ൽ ചൊവ്വ, 6ൽ ബുധൻ, 7ൽ സൂര്യൻ, 8ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി വെച്ചിരുന്നത്. ജന്മശനിയും കണ്ടകശനിയും ഏഴരശനിയും ഒരുമിച്ച് നടക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 2ൽ അനുകൂല സ്ഥിതി അല്ലാത്ത ലെവലിലാണ് രാഹു നിൽക്കുന്നത്. 4ൽ അനുകൂല സ്ഥിതി അല്ലാത്ത സ്ഥിതിയിലാണ് വ്യാഴവും നിൽക്കുന്നത്. ത്രികോണസ്ഥാനത്ത് 5ാം ഭാവത്തിൽ അത് ഗുണദോഷ മിശ്രമായിട്ട് ചൊവ്വ നിൽക്കുന്നുണ്ട്. 6ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല. 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും വലിയ കുഴപ്പമില്ല. 8ൽ കേതു നിൽക്കുന്നത് ദോഷം തന്നെയാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ദോഷാധിക്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് സൂര്യചാരവസാനം ചിന്തിക്കുന്ന സമയത്ത് കുറച്ചൊരു അനുകൂലപരമായിട്ടുള്ള ചെറിയൊരു മാറ്റങ്ങളെല്ലാം വരും എന്നൊക്കെ തന്നെ പറയാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള മന്ദത ചെറിയ തോതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളത് പറയണത്. കുടുംബത്തിൽ അലോസരപരമായിട്ടുള്ള ചില കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നടക്കുകയാണെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തു പോകാനും അതിനെ മറികടന്നു പോകാനുള്ള സാമർഥ്യവും ബുദ്ധി സാമർഥ്യവും എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പാഴ്ചെലവ് വരാതെ ശ്രദ്ധിക്കണം. ഭവന നിർമ്മാണം വല്ലതും എല്ലാം നടത്തുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാതക പരിശോധന നല്ലപോലെ പരിശോധിച്ച് അത് നടത്തുന്നതാണ് ഉത്തമം. സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നന്നായി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് കാണുന്നുണ്ട്. കടബാധയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം മാനസികപരമായിട്ട് നല്ല പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉള്ളത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം തൊഴിൽ പുരോഗതിയും മേലധികാരികളുടെ അനുമോദനങ്ങളും എല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് തൊഴിൽ പ്രതീക്ഷിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും പേപ്പറുകളും മറ്റുള്ള വർക്കുകളെല്ലാം സാധിക്കുന്നത് കുറച്ച് കാലതാമസം ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി അതെല്ലാം ശരിയായി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ഷെയറുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് പങ്കുവെക്കുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് തർക്ക വിഷയങ്ങളിലാണെങ്കിലും ഭൂമി പങ്കുവെക്കുവാനും ഷെയർ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമി വിൽക്കാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞും കാണുന്നുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള വല്ല അസുഖങ്ങളോ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള വല്ല അസുഖങ്ങളോ വല്ലതും നിലവിൽ ഈ രാശിക്കാർക്ക് ഉണ്ടെങ്കിൽ അതിന് മൃത്യുഞ്ജയ ഹോമം ഭവനത്തിൽ വെച്ചൊരു മൃത്യുഞ്ജയ ഹോമം നടത്തിയതിന് ശേഷം മൈനറായിട്ടുള്ള അതായത് മേജറായിട്ടുള്ള ഓപ്പറേഷനുകളൊക്കെ ആണെങ്കിൽ അത് ചെയ്തിട്ടതിന് ശേഷം ഓപ്പറേഷൻ തയ്യാറായി മതി എന്നുള്ള പറയുന്നത്. അനാരോഗ്യ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും അതിൻ്റെ പരിഹാരമായിട്ട് കുറേ പരിഹാരങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ചെയ്യണം. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഗുണാധിക്യം ഉണ്ടാവും. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു മനസ്സമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിലും ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലയിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ആഡംബര വസ്തുപരമായിട്ടുള്ളതും ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള വസ്തുക്കളുടെയും വസ്ത്ര സംബന്ധമായിട്ടുള്ള വസ്തുക്കളുടെയും ബിസിനസ് പുരോഗമനങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഈ മാസത്തിൽ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. സ്വർണ്ണാഭരണ ബിസിനസ് കുറച്ചൊരു മന്ദഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് പിന്നീട് ശരിയാവും എന്നുള്ളതും കാണിക്കുന്നുണ്ട്. പരിഹാര മാർഗമായിട്ട് ഇപ്പോൾ ദാസ്താവിൽ ചെയ്തു വരുന്ന നീരാഞ്ജന നെയ്വിളക്ക് എന്നിവ തുറന്നു വരിക. വ്യാഴത്തിങ്കിൽ അതുപോലെ തന്നെ യഥാശക്തി വഴിപാട് പാൽപായസമോ തുളസിമാലയോ സഹസ്രനാമ അർച്ചനയോ എല്ലാം ചെയ്യുക, അല്ലെങ്കിൽ സഹസ്രനാമ പാരായണം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാല കൊടുക്കുന്നതും നാളികേര പൂജ നടത്തുന്നതും അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉചിതപരമായിട്ടുള്ള കാര്യമാണ്. രോഗശമനത്തിനെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും ആവശ്യമായിട്ടാണ് കാണുന്നത്. ശാസ്താവിങ്കിൽ പോയി ഇരുന്ന് ഒരു 10 മിനിറ്റ് നേരം
ദൈവികപരമായിട്ടുള്ള ഇതിൽ മുഴുകിയിരുന്ന് കഴിഞ്ഞു പറഞ്ഞാൽ കുറേയേറെ ആശ്വാസങ്ങൾ കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഇതുള്ളത്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേപ്പർ വർക്കുകൾ ശരിയാകണമെങ്കിൽ അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ഭവന സംബന്ധമായിട്ടുള്ള യോഗങ്ങളും കുടുംബപരമായിട്ടുള്ള യോഗങ്ങളും എല്ലാം ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലയിക്കാതെ നോക്കണം എന്നുള്ളത് പറയുന്നത്. സന്താനങ്ങൾക്ക് വേണ്ടി കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ബന്ധു സമൂഹങ്ങളായിട്ട് വെറുക്കപ്പെടാതെ നോക്കേണ്ടത് അവനവൻ്റെ ആവശ്യമാണ്. സുഹൃത്ത് സംബന്ധമായിട്ടുള്ള മേഖലയിൽ കുഴപ്പമില്ല. സഹോദര ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പുകളുമായിട്ട് ചില ചങ്ങാത്തങ്ങളെല്ലാം ചിലപ്പോൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ഇടപാടുകളോ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആൾജാമ്യം കിട്ടുകയോ വല്ല ചെക്ക് ലീഫ് കൊടുക്കുകയോ മറ്റുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ദോഷകരമായി വരുന്നുള്ള പറയുന്നത്. കടബാധയിൽപ്പെട്ടിരിക്കുന്നതിൽ കടം ആരെങ്കിലും ചോദിച്ചു പറഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കൊടുത്ത് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസപ്പെട്ടു വരുന്നതാണ്. അവനവൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്ത് അതിനെ നന്നായി പഠിച്ചതിന് ശേഷം അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു കുഴപ്പമില്ല. IT സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും മിഷനറി സംബന്ധമായിട്ടുള്ള മേഖലകളിലും പഠിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന, അതായത് റിസ്ക് എടുത്ത് ചെയ്യുന്ന, ആയുധം കൊണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ഇത്തിരി ദോഷ സമയമായിട്ടാണ് കാണുന്നത്. മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് മൂലമുണ്ട് ആപത്തുകളെല്ലാം ഒഴിഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പരിഹാരം തരിക. അതുപോലെ തന്നെ നക്ഷത്ര പരിഹാരമുണ്ട്. അവിടെ നക്ഷത്രക്കാർക്ക് ഭഗവത് സേവ ചൊവ്വാഴ്ച ദിവസം ചെയ്യുക. ചതയ നക്ഷത്രക്കാർക്ക് ചതയ നക്ഷത്രത്തിൽ വരുന്ന സമയത്ത് 100 പാലും അല്ലെങ്കിൽ നാഗപൂജ, ആയില്യപൂജ എന്നിവയെല്ലാം നടത്തും. നാഗപൂജ നക്ഷത്ര ദിവസം നാഗപൂജ 100 പാലും ഏതെങ്കിലും ഒന്ന് നടത്തും. രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും പറയുകയാണ് അത് ചെയ്യുക. അതുപോലെ പൂരോട്ട നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവെങ്കിൽ മഞ്ഞപ്പട്ട് അതുപോലെ തന്നെ തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമർച്ചന, ഭാഗ്യസൂക്തം എന്നിവരെ ചെയ്യുന്ന പക്ഷം വളരെ ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് ഗുണാധിക്യങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുംഭൻ രാശികൾക്ക് അനുകൂലപരമായിട്ടുള്ള സമയം എന്ന് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 9, 10, 11, 12, 13, 14, 15, 16 എന്നീ ദിവസങ്ങൾ അനുകൂലപരമായിട്ടുള്ളൊരു ദിവസമാണ്. അത് വിട്ടുകഴിഞ്ഞാൽ സെപ്റ്റംബർ 24, 25, 26, 27, 28, 29 ദിവസങ്ങൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ദിവസമാണ്. അതേസമയത്ത് ദോഷം ചെയ്യുന്ന ദിവസങ്ങൾ സെപ്റ്റംബർ 5, 6, 7, 8 എന്നീ 4 ദിവസങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അന്നൊക്കെ ശുഭകാര്യങ്ങളും യാത്രാകാര്യങ്ങളും മറ്റുള്ളത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് ദോഷവിധങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.